ഇസ്രായേൽ പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് ഇസ്രായേൽ സർക്കാരിന് പിന്തുണയുള്ള ഘടകകക്ഷിയായിരിക്കുന്ന യൂണിറ്റി പാർട്ടി അഭിപ്രായപ്പെട്ടു. ഈ ഒരു ഭരണ സംവിധാനം വെച്ച് ജൂത വിഭാഗത്തെയോ ഇസ്രായേലിനോ നയിക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കില്ല. അതുകൊണ്ട് അടിയന്തരമായ രീതിയിൽ പാർലമെന്റ് പിരിച്ചുവിടണം, കോടതി വിധി നടപ്പിലാക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ചെയ്യണം, ലോകത്തിന്റെ നിലപാടിനോടും സമീപനത്തോടും ഒപ്പം നിൽക്കണം, UN സഭയെയും അന്താരാഷ്ട്ര കോടതിയുടെ നിലപാടിനെയും അംഗീകരിക്കണം. ഈ തരത്തിൽ പോകുന്നു യൂണിറ്റി പാർട്ടിയുടെ നയനിലപാടുകൾ. അത് മാത്രമല്ല, പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം കൂടി പറഞ്ഞതോടുകൂടി വാർ ക്യാബിനറ്റിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം അരങ്ങേറുകയാണ്. ഗവൺമെന്റിന് ഒരു ഏകോപനം ഉണ്ടാക്കി ഈ യുദ്ധത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ആദ്യത്തെ 1-2 മാസം ഒഴിച്ച് പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമീപനങ്ങളും രീതികളും വല്ലാത്ത ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമായി വന്നതോടുകൂടി വാർ ക്യാബിനറ്റുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള സഹകരണങ്ങളൊന്നും യൂണിറ്റി പാർട്ടി നടത്തിയിട്ടില്ല. അവര് പിന്തുണ പിൻവലിക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിശ്വാസ പ്രമേയത്തിന് വേണ്ടിയിട്ട് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ഈ തരത്തിൽ പാർലമെന്റിന്റെ അകത്തും ഗവൺമെന്റിന്റെ വാർ ക്യാബിനറ്റിന്റെ അകത്തും വലിയ പ്രശ്നങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുകയാണ്. ലിക്വിഡ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഭരിക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത്. പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ അവർ ചെയ്യുന്ന യുദ്ധപ്രവൃത്തിയൊക്കെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് വാർ ഗവൺമെന്റുമായിട്ട് തങ്ങൾക്ക് സഹകരണമില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നിലവിൽ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായ സർവേകളും ഇസ്രായേലിനകത്ത് നടത്തിയിരിക്കുന്നു. ജനകീയ അഭിപ്രായ സർവേയിൽ 20% പോലും പിന്തുണ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് ഇല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അപ്പോൾ 80% ഭരണമാറ്റം ആവശ്യപ്പെടുന്നു, യുദ്ധം അവസാനിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, ബന്ദികളെ മോചിപ്പിക്കാൻ കൃത്യവും ലളിതവുമായിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ മാത്രമേ നടക്കൂ എന്ന് പറയുന്നു. ഈ രീതിയിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ മാറിപ്പോവുകയാണ്. മുൻപ് വളരെ ശക്തമായ രീതിയിൽ ചേർന്ന് നിന്ന ജനങ്ങൾ മുഴുവനും ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രത്യേകതയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജൂത വിഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയത്തിലും അവരുടെ മതസംവിധാനത്തിലും ഗവൺമെന്റിലും ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കുന്ന വിഭാഗമാണ്. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ രാജ്യത്തോടൊപ്പം അല്ലെ സൈനികരോടൊപ്പം ചേരുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നവർ വിശ്വസിക്കുന്നു. ഇന്ന് നിലവിലെ സാഹചര്യങ്ങളൊക്കെ മാറി അവരൊക്കെ ഈ സൈനിക സംവിധാനം നിർത്തിവെച്ചുകൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും സൈനികരായിട്ട് പരിക്കേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ്. പരിക്കേൽക്കുക എന്നാണ് ഉദ്ദേശിച്ചത് ഇങ്ങോട്ട് ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന തരത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് യുദ്ധമുണ്ടാവുന്ന സമയത്ത് സാധാരണഗതിയിൽ പ്രതിപക്ഷം കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടത്. ആ അവസ്ഥയല്ല ഇപ്പോൾ ഇസ്രായേലുള്ളത്. ഇസ്രായേൽ വാർ ക്യാബിനറ്റിൽ തന്നെ 2-3 അഭിപ്രായങ്ങളാണുള്ളത്. യുദ്ധം നിർത്തണം, സൈനികർക്ക് പോലും സംരക്ഷണം നൽകാൻ സാധിക്കുന്നില്ല, അവരെ സുരക്ഷിത മേഖലയിലേക്ക് ആക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, സൈനികരെ പിടിച്ചു കൊണ്ടുപോകുന്ന ഹമാസിൽ നിന്ന് ഈ സൈനികരുടെ മൃതദേഹം പോലും പിടിച്ചെടുക്കാൻ സാധിക്കാത്ത നാണംകെട്ട ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നതിനാൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുമില്ല. ഗസയിൽ ഇനി ഭാവിയിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. ഗസയിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കുമെന്ന് ചോദിച്ചാൽ നാളെ ഒഴിവാക്കും, മറ്റന്നാൾ ഒഴിവാക്കും എന്നൊക്കെ പറയാന്നല്ലാതെ കഴിഞ്ഞ 6 മാസമായിട്ട് ഒന്നും നടന്നിട്ടില്ല. യുദ്ധം ഇപ്പം കഠിനവുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഹമാസിന്റെ ആളുകൾ റഫേൽ നിന്ന് തന്നെ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടാണ് ഈ ഹമാസിന്റെ മിസൈലുകളൊക്കെ രാജ്യത്തേക്ക് വീകുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഭയപ്പാടും ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പറയുന്നുണ്ട്, യൂണിറ്റി പാർട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രാജിവെച്ച് ഒഴിയുക എന്നുള്ളത് മാത്രമാണ്. പുതിയ പാർലമെന്റ് അധികാരത്തിൽ വരട്ടെ, പുതിയ സർക്കാർ വരട്ടെ, പുതിയ തെരഞ്ഞെടുപ്പ് വരട്ടെ, ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാത്തതാണ്, ലക്ഷ്യം കാണാത്തതാണ്. ലക്ഷ്യം കാണുമെന്ന് ഉറപ്പു പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന തരത്തിൽ ഈ മന്ത്രിസഭയുടെ അകത്ത് തന്നെ
ഘടകകക്ഷികൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ്. ലോകത്താകമാനമുള്ള രാജ്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. യുദ്ധം കഴിഞ്ഞാലും ഈ ബന്ധങ്ങളൊക്കെ ഇനി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. നയതന്ത്ര ബന്ധങ്ങൾ തകർന്നു, സാമ്പത്തിക രംഗം തകർന്നു, തൊഴിൽ രംഗം തകർന്നു, ടൂറിസം മേഖല തകർന്നു. സർവ്വ മേഖലയും തകർച്ചയുടെ സ്ഥിതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം മൂല്യമുള്ളൊരു കറൻസി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പരിധിവരെ പിടിച്ചു നിന്നിരുന്നു. ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും ഓരോരോ പ്രത്യേകമായ രീതിയിൽ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് യൂണിറ്റി പാർട്ടി പറയുന്നത് അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം, അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു രാജിവെച്ച് ഒഴിയണം, പുതിയ തെരഞ്ഞെടുപ്പ് വരണം. ഈ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കും എന്ന കാര്യത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേലിന്റെ വാർ ഗവൺമെന്റ് മാറിയിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.